ഓക്കെ, അപ്പൊ ശരണ്യ ആൻഡ് അരവിന്ദ്, ഞാൻ ആദ്യം തന്നെ ശരണ്യയിലേക്ക് പോവാം. കാരണം ശരണ്യ നമ്മള് ചൈൽഡ് ആർട്ടിസ്റ്റ് മുതൽ ഒരുപാട് സിനിമകൾ കണ്ടു. അത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ എല്ലാ ഭാഷയിലും സൂപ്പർ താരങ്ങളോട് അഭിനയിച്ചു. സോ എങ്ങനെയാണ് ഈ ഒരു കരിയറിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് സിനിമയിലേക്ക് വരുമ്പം ഈ ഒരു എന്താ പറയുക, ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൻ്റെ ആ ഒരു വില എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധം ഇല്ലാത്ത സമയത്താണ് വരുന്നത്. പക്ഷേ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെക്കാളും ഒത്തിരി കഴിവുള്ള ആൾക്കാർ വെളിയിലുണ്ട്. അവരൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 വർഷം, എനിക്ക് തോന്നുന്നു വെണ്ണില, കബഡിക്കുളു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. നമ്മൾ അതിനെ അപ്പോഴത്തേക്ക് സമയം കല്യാണം കഴിച്ച് ഈ താങ്കൾ ഈ ആലപ്പുഴക്കാരിയായ ഈ കുട്ടിയെ തിരുവനന്തപുരംകാരിയാക്കിയത് ഭയങ്കര വലിയ കഥയാണോ? അത്ര വലിയ കഥയൊന്നുമില്ല. അത് നമ്മുടെ ഒരു എന്താ പറയാ 2009 ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെടുന്നത് ആ സമയത്താണ്. അന്ന് അത് കഴിഞ്ഞ് പക്ഷെ ശരണ്യ ഒരുപാട് സിനിമയൊക്കെ ചെയ്തു, എനിക്ക് തോന്നുന്നു. അല്ല, കെമിസ്ട്രിയുടെ സമയത്തായിരുന്നു. കെമിസ്ട്രിയുടെ ഈ പറയുന്ന എഡിറ്റർ എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് കമ്പനി ആവുന്നത്. പിന്നെ പ്രണയം എന്ന് തുടങ്ങി കല്യാണം കഴിഞ്ഞ ശേഷം. അതെനിക്ക് എടുത്തു പറയണം, കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയം തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ എത്തണമല്ലോ. അതെ, ആ തീരുമാനം നിങ്ങൾ ആരെടുത്തു? ഇദ്ദേഹത്തിന്റെ കല്യാണം ഉറക്കുമ്പം നീ എവിടെ ആണെങ്കിലും ഏത് ലൊക്കേഷനിലാണെങ്കിലും എന്റെ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓ, അത് ശരി. കറക്റ്റായില്ലേ? നീ എവിടെയാണെങ്കിലും എന്റെ കല്യാണത്തിന് നീ വന്നിരിക്കും. അതെ, അങ്ങനെ പറഞ്ഞ് ഓക്കെ ബ്രോ. എന്റെ ഞാൻ പിന്നെ കേരളത്തിന്റെ ബ്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആസ്ഥാന ബ്രോയാണ്. ഈ ശരണ്യയിൽ കണ്ട ഒരു പോസിറ്റീവ് എന്തായിരുന്നു? അതായത് ഫ്രണ്ട് ആയിട്ടിരുന്നപ്പോഴും ഇപ്പൊ ഭാര്യയാവുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡ് ശരണ്യക്ക് ഉണ്ട് എന്നുള്ളത് എന്തായിരുന്നു? ഒന്ന്, ആള് വളരെ ജെന്യൂൻ ആണ്. ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ സംസാരിക്കുന്ന ഇടയിൽ നമുക്കൊരു ഫേക്ക്നെസ്, ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ സാധനം, അത് ഇദ്ദേഹം വളരെ ജെന്യൂൻ ആണ്. അപ്പോൾ ആ ഒരു വളരെ പോസിറ്റീവാണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരു പരിധി കൂടുതൽ പുള്ളിക്കാരി ആളെ അടുപ്പിക്കില്ല. അല്ല, അത് അത് വേറൊന്നും കൊണ്ടല്ല, അതൊരു ഭയങ്കര കോഷ്യസ് നേച്ചർ ആയതുകൊണ്ട്. പിന്നെ കുറെ ഉണ്ട്, നല്ല ആർട്ടിസ്റ്റാണ്, നന്നായി. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തൊക്കെയാണെന്നറിയോ, വീട്ടിൽ ചെന്നാൽ തിരിച്ച് കാണേണ്ടതാണ്. എന്റെ നടുവേ പല ഓർമ്മകളും ചേട്ടന്റെ മനസ്സിലൂടെ മിന്നി പാകും. തിരിച്ച് ചേട്ടന്റെ കാര്യത്തിൽ എന്താണ് ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മതി എനിക്ക്. നെഗറ്റീവ് ഈ പറഞ്ഞ കണക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ പറയും. അത് പോസിറ്റീവാണ്, ചില സമയത്ത് നെഗറ്റീവ് ആണ്. അത് ചിലപ്പോൾ ആൾക്കാർ ആരെന്നുള്ളത് ഞാൻ ഓർക്കാറില്ല. അതൊരു അല്ല, അവിടെ പുള്ളിയുടെ ആ ഒരു ഭാഗം അങ്ങ് ക്ലിയർ ആക്കും. പക്ഷെ എന്താ പറയാ, ഞാൻ അതാ പറഞ്ഞ, ചിലപ്പോ പോസിറ്റീവ് ആവാം, ചിലപ്പോ സാഹചര്യം ആവും. ഈ ചേട്ടൻ അതായത് അഭിനയത്തോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണെന്ന് എനിക്ക് പല വീഡിയോസും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. കുഞ്ഞിൽ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഓഡിഷൻസിന് പോവുക, അല്ലെങ്കിൽ അഭിനയം? ഒരു ഓഡിഷന് ഞാൻ പോയിട്ടുള്ളൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 27-ാമത്തെ വയസ്സിൽ പോയിട്ടുണ്ട്. അത് കിട്ടിയില്ല. കിട്ടി. എന്നിട്ട് അമ്മ പറഞ്ഞു അല്ല, ആ സമയത്ത് എനിക്ക് മറ്റേ MDSന്റെ അഡ്മിഷനായി. എന്റെ വീട്ടിലെന്ന് വെച്ചാല് അച്ഛനും അമ്മയും പ്രോസസ്സാണ്. അപ്പം അവിടെ കല എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പഠിത്തം എന്ന് പറയുന്നൊരു ഇതാണ്. അപ്പം നീ അവർ പറഞ്ഞൊരു കാര്യമുള്ളൂ, നീ PG എടുത്തോ, അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണം ചെയ്തോ. അപ്പോഴേക്കും പ്രായം കഴിഞ്ഞു. ആ വഴിക്ക് പോയാൽ പിന്നെ പറയാൻ പറ്റില്ല, കാരണം കഷ്ടപ്പെട്ട് BDS ഒക്കെ. പക്ഷേ ഇപ്പൊ ഡോക്ടർ ആയല്ലോ, ഇനിയിപ്പോ സിനിമയിൽ അഭിനയിച്ചൂടെ? ഞാൻ മാത്രം വിചാരിച്ച പോലെയല്ലോ. അല്ല, ഇനി ഇതുപോലെ ഓഡീഷൻസിന് പോകണം, അല്ലെങ്കിൽ ആരോടും എന്നെ ഒന്ന് സിനിമയിൽ എടുക്കോ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നല്ല പറഞ്ഞത്, എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം തമാശയാന്ന് പറഞ്ഞിട്ട് കളയുന്നുണ്ട്. ചേട്ടൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ നായകനായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നല്ല ഫീൽഡാണ് അഭിനയം, എല്ലാം നല്ലതാണ്, പക്ഷെ പ്രൊഡ്യൂസർ സിനിമ അഭിനയം മാത്രമേ ഉള്ളൂ, അതേ സിനിമയിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ? എനിക്ക് ടെക്നിക്കൽ സൈഡാണ് ഇഷ്ടം. ഏതാണ്? ഡയറക്ഷൻ, റൈറ്റിംഗ് ആണ് എന്റെ മെയിൻ. റൈറ്റിംഗ് കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സ്ക്രിപ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ, എന്നിട്ട് അതൊരു സിനിമയാവട്ടെ. അതില് നായിക, 2 നായിക വേണോ, 1 നായിക വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെയല്ല, അത് 2 നായിക എന്ന് പറഞ്ഞ കാരണം എന്താണെന്നുള്ളത്
വേണമെങ്കിൽ അഭിനയിച്ചോ. നായകന്മാരുള്ള സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും, അത് ലാംഗ്വേജ് താണ്ടി താണ്ടി വേറെ എവിടെയെങ്കിലും പോവോ എന്നുള്ളതാണ്. ഏത് ജോണർ ആയിരിക്കും എഴുതാൻ താല്പര്യം സിനിമ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ? ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ആണ് എനിക്കിഷ്ടം. ഓ അത് ശരി. ഞാൻ MDS മാത്രമല്ല, ഞാൻ PG ഡിപ്ലോമ എടുത്ത ഫോറൻസിക് സയൻസിലാണ്, ക്രിമിനോളജി അങ്ങനത്തെ. അപ്പം അതിൻ്റെ അകത്തോട്ടൊരു ചായ്വുണ്ട്. ഈ അതായത് ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതായത് നല്ല ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസോ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? ഈ കഥ എഴുതുന്നതിനകത്ത് എന്തായാലും നമ്മുടെ അനുഭവം വരും. ഇപ്പോൾ പറയുന്ന ഞാൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ്, ജനറൽ കോളേജിലാണ് പഠിച്ചത്. അപ്പം നമുക്ക് ഈ കാഷ്വാലിറ്റി ജീവിതങ്ങളുണ്ട്. അത് ഒരുപാട് എന്താ പറയുക, നമുക്ക് ഞാൻ തമാശയായിട്ട് പറയുന്നതാണ്, കാഷ്വാലിറ്റി പോയി നിന്ന് കഴിഞ്ഞാൽ ജീവിതം എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നുവെച്ചാൽ പല പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് വരുന്നത്. പ്രത്യേകിച്ച് ട്രോമ കേസ്, ആക്സിഡന്റ് കേസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമുക്ക് പതുക്കെയൊക്കെ വണ്ടി പിടിക്കാൻ തോന്നും. ശരണ്യ എങ്ങനെയാണ്, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്? 18 വയസ്സ് തികഞ്ഞപ്പോൾ ലൈസൻസ് എടുത്തു, 2 വീലർ ആൻഡ് 4 വീലർ എടുത്തു. അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് എന്റെ പേഴ്സിലിരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു അത്യാവശ്യത്തിന് നീ വണ്ടി എടുക്കണം, വണ്ടി ഓടിക്കാൻ വെച്ചാൽ ഓടിക്കും. മനസ്സിലായി. എന്നാലും ഒരു ക്രേസ് ഇല്ല. അതേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ സൈഡിലിരുന്ന് ഉറങ്ങില്ല എന്ന് മാത്രം. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നത്. അതായത് ഞാൻ ഒരു 3:30-4 മണിയാകുമ്പം ഇവരെല്ലാം തട്ടി എണീപ്പിച്ചിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ ഞാനൊരു 6:30-7 ആകുമ്പോൾ എത്തും. അപ്പം രാവിലെ ആകുമ്പോൾ ട്രാഫിക് ഇല്ല. പക്ഷെ ഇദ്ദേഹം കണ്ണൊക്കെ തുറന്ന് ഇരിക്കും. ചേട്ടാ ഉറക്കം വരുന്നുണ്ടോ? ഒരു കുത്തൽ. അല്ല, എനിക്ക് പണ്ടേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവേഴ്സിനെ വാച്ച് ചെയ്യാറ് ഓടിക്കുമ്പോൾ. കാരണം മനുഷ്യനാണ്, എപ്പോൾ ആണെങ്കിലും അവരും രാപ്പകല് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവാം. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അതുപോലെ രാപ്പകൽ പണിയെടുക്കുന്ന താങ്കളെ ഒരു പ്രത്യേക ശ്രദ്ധ, അത്രേ ഉള്ളൂ. കുട്ടി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. ഒരു വളരെ ഈ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? സമയം കിട്ടിയില്ല. അതെ, സത്യമായിട്ട് എന്റെ ഡ്രീം വെഡിങ് എന്ന് പറയുന്നത് 300 പേരുടെ വെഡിങ് ആയിരുന്നു. അതിലൊരു 0 കൂടി പോയി. അതാരോ കഥ അടിച്ചിറക്കി വിജയ് കല്യാണത്തിന് വരുന്നുണ്ടെന്ന്. അത് ശരി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പയ്യൻ 4-5 വട്ടം കയറിയിട്ട് എനിക്ക് കൈ തന്നിട്ട് ആരെന്നുള്ള ഞങ്ങൾക്ക് പറഞ്ഞു, 2 പേർക്ക് പറഞ്ഞു. വിജയുടെ ഫാനായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രതീക്ഷിക്കുള്ളൂ. കാരണം വിജയ്, ധനുഷ്, ഇവരൊക്കെ, നയൻതാര, ഇവരൊക്കെ ശരണ്യയുടെ കല്യാണത്തിന് വരുന്ന നമ്മള് ഓഡിയൻസ് പ്രതീക്ഷിച്ചു. താങ്കളും അത് പ്രതീക്ഷിച്ചു, പക്ഷെ അവര് വന്നില്ല. അവരെ വരാത്തത് വിളിക്കാത്തോണ്ടാണോ? അല്ല, വിളിച്ചിരുന്നു വിജയ് സാറ്. പറ്റുമെങ്കിൽ അവിടെ നമ്മുടെ ഏതോ ഒരു മൂവിയുടെ ഷൂട്ടിന് കേരളത്തിലുണ്ടായിരുന്നു. അപ്പം മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ വരാൻ പറ്റില്ല. ധനുഷ് സാറ് വിളിച്ചു, പക്ഷെ പുള്ളിയും തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ, അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു 300 പേരുടെ കല്യാണം അങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ. ശരണ്യക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നു? ഇന്ന കളർ സാരി ഉടുക്കണം, ഇന്ന ടെമ്പിൾ ജ്വല്ലറി ഇടണം? അല്ല, ഞാൻ കൂടുതൽ പേഴ്സണലി ഞാൻ ട്രഡീഷണലിന് കുറച്ച് വാല്യൂസ് കൂടുതൽ കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഞാൻ സാരിയുടെ കാര്യത്തിൽ ഓർത്തു, ഞാൻ റെഡ്, മെറൂൺ ആ ഒരു ഷെയ്ഡ് നോക്കുന്നില്ല. അങ്ങനെ ഞാനൊരു എന്താ പറയാ, പിങ്ക്, ലാവൻഡർ, പേർപ്പിൾ, ഇത് ഈ ഒരു 3 കോമ്പിനേഷൻ്റെ ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. പിന്നെ ഗോൾഡ് എല്ലാം അങ്ങനെ ഹെവി ഇതല്ല, എന്നാലും നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആഭരണങ്ങളായിരിക്കണം. പിന്നെ മേക്കപ്പ്, ഹെയർ എല്ലാം ഞാൻ തനിയാണ് ചെയ്തത് കല്യാണത്തിന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ശരണ്യക്ക് എനിക്ക് തോന്നുന്നു ഓവർ മേക്കപ്പ് ചേരില്ല, മുഖമേ മാറിപ്പോ നോർമൽ മേക്കപ്പ്. അപ്പൊ ഞാൻ ഓർത്തു വേണ്ട, എനിക്ക് അതെ ഓ പറയുന്ന ആള് പിന്നെ